ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 5ാമത്തെ ക്വിസ് വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോസിലെല്ലാം ബേസിക് ആയ ചോദ്യങ്ങളും കുറച്ച് ടഫായ ചോദ്യങ്ങളും ചാന്ദ്രയാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചതും എല്ലാ വർഷവും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ആ സർപ്രൈസ് എന്താണെന്നൊന്ന് കാണുക. ഈ നമ്മുടെ എല്ലാ വീഡിയോസിന്റെയും അവസാനം ഉണ്ടാവുന്നത് പോലെയുള്ള ബോണസ് ക്വസ്റ്റ്യൻ അല്ല ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ തീരുമാനം അറിയിക്കുക. അപ്പോൾ നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ പൂർണ്ണമായി മറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം പൂർണ്ണ ചന്ദ്രഗ്രഹണം. അതായത് ഭൂമിയുടെ നിഴൽ അല്ലെങ്കിൽ ഷാഡോ ചന്ദ്രനെ പൂർണ്ണമായി മറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേര് പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനം കാരണം ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ബ്ലഡ് മൂൺ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനം കാരണം ചന്ദ്രന് ഒരു ചുവപ്പ് നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലഡ് മൂൺ എന്നാണ്. ചോദ്യം നമ്പർ 3, ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച സമയത്തെ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 എപ്പോഴാണ് വിക്ഷേപിച്ചതെന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. 2019 ജൂലൈ 22-നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ISROയുടെ ചെയർമാൻ ഡോക്ടർ കെ ശിവനാണ്. ഉത്തരം ഡോക്ടർ കെ ശിവൻ. ചോദ്യം നമ്പർ 4, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ. ഉത്തരം പി വീരമുത്തുവേൽ ആയിരുന്നു ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ചോദ്യം നമ്പർ 5, ചന്ദ്രനിലേക്ക് പേടകങ്ങൾ അയച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? LP UP തലത്തിൽ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചന്ദ്രനിലേക്ക് പേടകങ്ങൾ അയച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം റഷ്യയാണ്. അന്നത്തെ പേര് സോവിയറ്റ് യൂണിയൻ എന്നാണ്. നിങ്ങൾ ഉത്തരം നൽകുമ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന് എഴുതിയാൽ മതി. ഇപ്പോഴത്തെ റഷ്യയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ ശാസ്ത്രീയ പഠനത്തിനായി ലാൻഡ് ചെയ്ത 3ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ചൈനയാണ്. ചന്ദ്രനിൽ ശാസ്ത്രീയ പഠനത്തിനായി അതായത് സയന്റിഫിക് സ്റ്റഡീസിനായി ലാൻഡ് ചെയ്ത 3ാമത്തെ രാജ്യം ചൈനയാണ്. 2013-ലാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ചന്ദ്രന്റെ ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്ന വശത്തിലെ ഏറ്റവും വലിയ ഗർത്തത്തിന്റെ അല്ലെങ്കിൽ ക്രേറ്ററിന്റെ പേരെന്താണ്? ചന്ദ്രനിലെ നിയർ സൈഡിലെ ഏറ്റവും വലിയ ഗർത്തത്തിന്റെ പേര്. ഉത്തരം ബെയ്ലി ക്രേറ്റർ ആണ്. ബെയ്ലി ക്രേറ്റർ ആണ് ചന്ദ്രന്റെ നിയർ സൈഡിൽ, ചന്ദ്രൻ മൊത്തത്തിലുള്ള കാര്യമല്ല പറയുന്നത്, ചന്ദ്രന്റെ ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്ന വശത്തെ നമ്മൾ നിയർ സൈഡ് എന്നാണ് പറയാറ്. ചന്ദ്രന്റെ നിയർ സൈഡിലെ ഏറ്റവും വലിയ ഗർത്തം ബെയ്ലി ക്രേറ്റർ ആണ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 റോവറിന്റെ ചക്രങ്ങൾ ചന്ദ്രനിൽ പതിപ്പിച്ചത് എന്തൊക്കെ മുദ്രകളാണ്? ഉത്തരം ISROയുടെ മുദ്രയും അതിൻ്റെ കൂടെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭവുമാണ് ചന്ദ്രയാൻ 3ന്റെ റോവറിന്റെ ചക്രങ്ങൾ ചന്ദ്രനിൽ പതിപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ചന്ദ്രയാൻ 3ന്റെ റോവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിന് എത്ര ചക്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഉത്തരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചന്ദ്രയാൻ 3യുടെ റോവറിന്റെ ചക്രങ്ങളുടെ എണ്ണം 6 എണ്ണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുമായി കൂട്ടിയിടിച്ച് ചന്ദ്രന്റെ രൂപീകരണത്തിന് കാരണമായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ചൊവ്വയുടെ വലിപ്പമുള്ള പുരാതന ഗ്രഹത്തിന്റെ പേരെന്താണ്?
ഉത്തരം തീയ. തീയ എന്നാണ് ആ ഒരു പുരാതന ഗ്രഹത്തിന്റെ പേര്. ഭൂമിയുമായി കൂട്ടിയിടിച്ച് ചന്ദ്രന്റെ രൂപീകരണത്തിന് കാരണമായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ചൊവ്വയുടെ വലിപ്പമുള്ള പുരാതന ഗ്രഹത്തിന്റെ പേര് തീയ. അടുത്ത ചോദ്യം, നാസയുടെ വരാനിരിക്കുന്ന ആർട്ടമിസ് ദൗത്യത്തിലൂടെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ പോകുന്ന ചെറിയ ബഹിരാകാശ നിലയത്തിന്റെ പേരെന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം ലൂണാർ ഗേറ്റ്വേ. നാസയുടെ വരാനിരിക്കുന്ന ആർട്ടമിസ് എന്ന് പറയുന്ന ദൗത്യത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ പോകുന്ന ചെറിയ ബഹിരാകാശ നിലയത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ലൂണാർ ഗേറ്റ്വേ. അടുത്ത ചോദ്യം കുറച്ച് ടഫായ ചോദ്യമാണ്. ചന്ദ്രനിലെ പാറകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതും ഭൂമിയിലെ പ്ലേജിയോക്ലേസ് ഫെൽസ്പാറിന് സമാനവുമായ ഇരുണ്ട ധാതു ഏതാണ്? ഇവിടെ ഒരു മിനറലിനെ പറ്റിയാണ് പറയുന്നത്. ആ മിനറലിന്റെ പേര് അനോർത്തസൈറ്റ് എന്നാണ്. ചന്ദ്രനിലെ പാറകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ധാതു അല്ലെങ്കിൽ മിനറലാണ് അനോർത്തസൈറ്റ്. ഭൂമിയിലെ പ്ലേജിയോക്ലേസ് ഫെൽസ്പാറിന്റെ സമാനവുമായ ഒരു ഇരുണ്ട മിനറലാണ് ഇതെന്ന് ഓർത്തിരിക്കുക. ഉത്തരം അനോർത്തസൈറ്റ്. അടുത്ത ചോദ്യം, ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളായ പൊട്ടാസ്യം, അതുപോലെ തന്നെ അപൂർവ മൂലകങ്ങൾ, ഫോസ്ഫറസ് എന്നിവയുടെ കൂട്ടത്തെ ശാസ്ത്രലോകം വിളിക്കുന്ന ചുരുക്കപ്പേരെന്താണ്? ഉത്തരം ക്രീപ്പ് എന്നാണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. KREEP എന്നതാണ്. ഈ ഒരു ടേം ലൂണാർ ജിയോളജിയിൽ ഉപയോഗിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ടേമാണ്. ഈ KREEPയുടെ ഫുൾ ഫോം നിർബന്ധമായും അറിഞ്ഞിരിക്കുക. ഇതിനകത്തെ ഈ K എന്ന് പറയുന്നത് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞ പൊട്ടാസ്യത്തിന്റെ കെമിക്കൽ സിമ്പലാണ്. REE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അപൂർവ മൂലകങ്ങൾ എന്ന് പറഞ്ഞ റെയർ എർത്ത് എലമെന്റ്സിനെയാണ്. P എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോസ്ഫറസിനെയാണ്. അപ്പോൾ KREEPയുടെ ഫുൾ ഫോം കൂടി അറിഞ്ഞിരിക്കുക. ഈ KREEPയെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ലൂണാർ ജിയോളജിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചന്ദ്രന്റെ ഭ്രമണപഥത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച LRO എന്ന പേടകത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്? LRO എന്നതിൻ്റെ പൂർണ്ണ രൂപം ലൂണാർ റീകണൈസൻസ് ഓർബിറ്റർ എന്നാണ്. സ്പെല്ലിംഗ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകത്തിന്റെ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ LRO എന്ന് എഴുതുക. LROയുടെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ പറഞ്ഞത്, ലൂണാർ റീകണൈസൻസ് ഓർബിറ്റർ. അടുത്തത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ഉത്തരം ആൽബെഡോ എന്നാണ്. ഈ ആൽബെഡോ എന്ന ടേം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടി, അതായത് റിഫ്ലക്ട് ചെയ്ത് വരുന്ന പ്രകാശത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് ആൽബെഡോ. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സർപ്രൈസ് നമുക്ക് റിവീൽ ചെയ്യാം. ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ രണ്ടാമത്തെ സ്റ്റഡി ബാച്ചിനെ പറ്റിയാണിത്. ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ ആദ്യത്തെ സ്റ്റഡി ബാച്ച് മെയ് 20 തൊട്ട് ജൂൺ 20 വരെ നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. ഈ സ്റ്റഡി ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പോസ്റ്ററായി നൽകിയിരിക്കുന്നത്. ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീക്കിലിയുള്ള ഓഡിയോ ക്ലാസുകൾ, ഈ ഓഡിയോ ക്ലാസ്സിൻ്റെ നോട്ടും, അതുപോലെ തന്നെ നമ്മൾ ഓരോ ആഴ്ചയും 100ഓളം GK ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഒരു ക്വിസിൻ്റെ ഈ ഒരു ബാച്ചിൻ്റെ സൈഡിലൂടെ നടത്തുന്നതാണ്. പക്ഷേ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്പെഷ്യലായിട്ട് ക്വിസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ബാച്ചാണ്. ഈ വോയിസ് കേൾക്കുന്ന പലരും നമ്മുടെ ആദ്യത്തെ സ്റ്റഡി ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ്. മെയ് 20 തൊട്ട് ജൂൺ 20 വരെയാണ് നമ്മൾ ആ ഒരു സ്റ്റഡി ബാച്ച് കണ്ടക്ട് ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്വിസ് ആൻഡ് ഫാക്ട്സ് സ്റ്റഡി ബാച്ച് 2. ഇതും നമ്മൾ കംപ്ലീറ്റ്ലി ക്വിസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കറണ്ട് അഫയേഴ്സും ഓഡിയോ ക്ലാസ്സും അതിൻ്റെ നോട്ടും PDF-കളും ഒക്കെ വേറെ തന്നെയാണ്. ഇത് നമ്മൾ ഇതിൽ നമ്മൾ മെയിനായി ചെയ്യുന്നത് ക്വിസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെഗാ PDF-കളും അതുപോലെ തന്നെ ക്വിസിൻ്റെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നതുമായ ഒരു ബാച്ച്
ബാച്ചാണ്. നമ്മൾ ഈ ഒരു മെയ് 20-നാണ് നമ്മൾ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 20-ാം തീയതി തൊട്ടാണ്. ജൂലൈ 20-ാം തീയതി തൊട്ട് ഓഗസ്റ്റ് 20 വരെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു ബാച്ചിനിടയിൽ വരുന്ന സ്കൂളുകളിൽ ചർച്ച ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ക്വിസ് മത്സരങ്ങളും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നതാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യദിന ക്വിസ്, ക്വിറ്റ് ഇന്ത്യ ദിന ക്വിസ്, അതുപോലെ തന്നെ ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസ്, ഇപ്പോൾ നടക്കാൻ പോകുന്ന ചാന്ദ്രദിന ക്വിസ്, രാമായണ ക്വിസ്, അതുപോലെ തന്നെ IT, മാത്സ്, സോഷ്യൽ സയൻസ്, ഈ ഒരു ശാസ്ത്ര ക്വിസ് ഉൾപ്പെടെ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്വിസുകളെല്ലാം ഈ ഒരു സ്റ്റഡി ബാച്ചിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിനു വേണ്ടി നിങ്ങൾ നൽകേണ്ടത് വെറും 99 രൂപയാണ്. ഒരു മാസത്തേക്ക് 99 രൂപ കൊടുത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള അഡ്മിന് ഏതെങ്കിലും ഒരു അഡ്മിന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ ബാച്ചിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം അഡ്മിന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന മെഗാ PDF-കൾ അടക്കം, ഒരു മെഗാ PDF-ൽ 200 തൊട്ട് 300 ചോദ്യങ്ങൾ വരെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ക്വിസിൽ 1-ാം സ്ഥാനം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെഗാ PDF-കളും ഓഡിയോ ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ സ്റ്റഡി ബാച്ചിൻ്റെ പ്രത്യേകതകളാണ്. താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം അഡ്മിന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചന്ദ്രയാൻ 2 ഓർബിറ്ററിലെ ഏത് ഉപകരണമാണ് ചന്ദ്രയാൻ 3 ലാൻഡറുമായി ആശയവിനിമയം നടത്താൻ സഹായിച്ചത്? ഉത്തരം OHRC അല്ലെങ്കിൽ ഓർബിറ്റർ ഹൈ റെസൊല്യൂഷൻ ക്യാമറ. ചന്ദ്രയാൻ 2 ഓർബിറ്ററിലെ OHRC എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് ചന്ദ്രയാൻ 3 ലാൻഡറുമായി ആശയവിനിമയം നടത്തിയത്. ഉത്തരം OHRC. ഫുൾ ഫോം പഠിച്ചിരിക്കുക, ഓർബിറ്റർ ഹൈ റെസൊല്യൂഷൻ ക്യാമറ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഈ ഒരു 15 ചോദ്യം മാത്രം പഠിച്ചതുകൊണ്ടായില്ല, നമ്മൾ ഇതൊരു സീരീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ തൊട്ട് കാണുക. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയ കാര്യങ്ങൾ തൊട്ട് ടഫായിട്ടുള്ള 25 ചോദ്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷമുള്ള ഓരോ ചോദ്യവും നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ്. സ്പേസ് ക്വിസ് എന്ന് പറഞ്ഞ് ചന്ദ്രൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താത്ത ചാന്ദ്രദിന ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ബഹിരാകാശവുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾ നമ്മൾ സ്പേസ് ക്വിസ് എന്ന് പറഞ്ഞ് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടുപോവുകയാണെങ്കിൽ ഇത്രയും ചോദ്യങ്ങളും അതുപോലെ തന്നെ ചോദ്യം മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ ഓഡിയോയിൽ പല അഡീഷണൽ ഇൻഫർമേഷൻസും പറയുന്നുണ്ട്. ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റഡി ബാച്ചിനെ പറ്റി നിങ്ങൾ ആരും മറക്കരുത്. എല്ലാവരും ജോയിൻ ചെയ്യുക. വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു സ്റ്റഡി ബാച്ച് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അതിനകത്തുള്ള അഡ്മിന് മെസ്സേജ് അയച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.